അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബഹുമാനപ്പെട്ട ഇമാം ബുഖാരി മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീസായിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ എപ്പോഴും ദൈനംദിനമായ ദുആയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കടത്തെ തൊട്ടു എപ്പോഴും കാവൽ കേട്ടുകൊണ്ടിരുന്നു. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ മഗ്റമി, അല്ലാഹുവേ നിന്നിട്ട് കടത്തെ തൊട്ട് ഞാൻ കാവൽ കേൾക്കണേട്ട്. അപ്പോൾ ഫഖാല ലഹു ഖായിലുൻ, കൂട്ടത്തിൽ ഒരു സ്വഹാബിക്ക് എടുത്ത്, മാ അക്സര മാ തസ്തഈദു മിനൽ മഗ്റമി യാ റസൂലല്ലാഹ്, അല്ലാഹുവിൻ്റെ റസൂലേ എന്തുകൊണ്ടായിരിക്കും നിങ്ങൾ എപ്പോഴും കടത്തെ തൊട്ട് കാവൽ കേൾക്കടേ? ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചെന്ന്, ഇന്ന റജുല ഇദാ ഗരിമ ഹദ്ദസ ഫകദബ വവഅദ ഫഅഖ്ലഫ. ഒരു കടക്കാര ചെന്നെങ്കിൽ അയാൾ കട എടുത്തെങ്കിൽ പല കളവും അയാൾ ചൊല്ലേണ്ടി ഉണ്ട്. അതുപോലെ അയാൾ ഇന്നാലെന്നിട്ട് അയാൾ തണ്ടാ ചെന്നിട്ട് വാഗ്ദാനാക്കിയെങ്കിൽ ആ വാഗ്ദാനത്തെ പലപ്പോഴും അയാൾ ലംഘിക്കിടും. അപ്പോൾ ഇങ്ങനത്തെ എല്ലാം എഫക്റ്റ് കടത്തിൽ ഉണ്ടാവുന്നത് കൊണ്ടു ഞാൻ കടത്തെ തൊട്ടെപ്പോഴും കാവൽ കേൾക്കടായിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചെന്നു. അപ്പോൾ കടക്കാർ ചെന്ന് അങ്ങനെ കടയെടുക്കുമ്പോൾ പല കളവും ചെല്ലുക, പിന്നെ കട തിരിച്ചു കൊടുക്കുക, ഡേറ്റ് ഫിക്സ് ആക്കിയിട്ട് ഇത്ര താരീഖ് തൻ്റെ ചെന്നിട്ട് പിന്നെ ആ താരീഖ് കൊടുക്കാണ്ട് കളിപ്പാട്ട്. സാധാരണ എല്ലാ കടക്കാരെല്ലാം നല്ല കടക്കാർമാർ ഉള്ളാറ്, കറക്റ്റ് ടൈം വെച്ച് പാട്ടി കൊടുക്കണം ഉള്ളാറ്, വിശ്വസനീയമായ ആൾമാർ ഉള്ളാറ്. പക്ഷേ ഇന്ന് അധികരിച്ചിട്ടും ഇങ്ങനത്തെ കടക്കാരായിട്ട് ചെന്ന ടൈം കൊടുക്കാണ്ട് പിന്നെ അതൊക്കെ നൂറാറ് കളവും കൂട്ടിയിട്ട് അത് അപ്പം അങ്ങനെ ഇങ്ങനെ ആയിട്ട് ചെന്നിട്ട് ഒരേ കളവും അതുപോലെ വാഗ്ദാന ലംഘിക്കലും ഇത് സാധാരണ സംഭവിക്കുന്ന ഒരു പിന്നെ ഇപ്പോൾ ഒരു റൂഢിയായിട്ട് വന്ന ഒരു കാര്യമായിട്ട് കിടും. അപ്പോൾ മുനാഫിക്കിങ്ങിലെ ലക്ഷണത്തെ കൂട്ടത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എണ്ണിയ കാര്യമായിട്ട് കിടും ബായി തുറന്നെങ്കിൽ കളവ് ചെല്ലുക, അതുപോലെ വാഗ്ദാനക്കിങ് ലംഘിക്കലാണ്. അപ്പോൾ ഈ കടക്കാരന്മാർ ഈമാൻ കുറഞ്ഞത് കൊണ്ടും അങ്ങ് മുനാഫിക്കിങ്ങിലെ ലക്ഷണം ഞങ്ങൾക്ക് കാണുവാൻ സാധ്യമാവും. ഈമാൻ കുറയോ കാരണം എന്തേ, ഈമാൻ കുറഞ്ഞങ്ങാൻ ചൊല്ലോ കാരണം എന്തേ, അങ്ങക്ക് വിശ്വാസം എന്നിട്ട് അങ്ങനെ കറക്റ്റ് തിരിച്ച് കൊടുക്കില്ലേ ചെന്നെങ്കിൽ ഇത്രയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കടത്തെ വിഷയത്തിൽ അതൊരു ഗൗരവം ചെന്നിട്ടും എന്നിട്ടും കട എടുത്തിട്ട് കൊടുക്കാണ്ട് കളിപ്പാട്ട് ചെന്നെങ്കിൽ അത് അതിനർത്ഥം എന്തില്ല, പിന്നെ ഈമാൻ ഉണ്ടാക്കാൽ പോലും. ചില ആൾമാർ മജ്ബൂരിയായിട്ട് കുടുങ്ങിയിട്ട് ചില സന്ദർഭത്തിൽ കട കൊടുക്കുന്നതിൽ പിറാക്കലുണ്ട്. പക്ഷേ അതും കൊടുത്താലെ മനസ്സ് പിന്നെ സമാധാനാക്കിയിട്ട് അവൻ്റെ മനസ്സ് ബേജാറാക്കാത്ത പോലെ ഇന്നാളുന്ന ടൈമിൽ തൻ്റെ ചെന്നിട്ട് എന്താക്കണം, അവനക്കൊരു ഭരവസ കൊടുക്കണം. അതല്ലാണ്ട് ഇങ്ങനെ നാലക്കര തണ്ടായിട്ട് കളിപ്പാട്ടുന്നത് അത് വലിയ വഞ്ചനായിട്ട് കിട്ടും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചെന്ന് പിന്നെ ഖിയാമത്ത് ആഖിർ സമാന പറയുമ്പോൾ ഉഫിയത്തിൽ അമാനത്ത് ഉയർത്തപ്പെട്ടു, മനുഷ്യന്മാരെ പിന്നെ വിശ്വസ്തത ഉയർത്തപ്പെട്ടിട്ടുണ്ട്. ആരട്ടും വിശ്വാസമൊക്കില്ല, ആരും നമ്പ പോകത്തില്ലേ ചെന്നെങ്കിൽ. ഇപ്പോൾ എന്തായാലും ചെന്നെങ്കിൽ ഇന്നത്തെ കാലഘട്ടത്തിൽ പിന്നെ നേരായിട്ടും കട കിട്ടവും ഹക്കില്ല ചില ആൾമാരിക്കാർ കട പിന്നെ കിട്ടവും അർഹതയുള്ളങ്ങ ചെന്നെങ്കിൽ അങ്ങ് കഷ്ടത്തങ്ങ പിന്നെ ഇങ്ങനെ നാളെ നയിച്ചിട്ട് തിന്നിടങ്ങ. ഞങ്ങൾക്ക് ഒരങ്ങാടില്ല ഒരു പിന്നെ റേഷൻ എടുത്തിട്ട് തിങ്ങൾക്ക് കട വീട്ടിറങ്ങ ഇക്കിടാറ്. അപ്പോൾ അങ്ങനെ ആൾക്കങ്ങ് നയിച്ചിട്ട് തിങ്കളാകുമ്പോൾ പോയിട്ട് അങ്ങാടി പോയിട്ട് മുന്നത്തെ കാശ് കൊടുത്തിട്ട് രണ്ടാമത് സാമാൻ എടുത്ത പണ്ട് ഇങ്ങനത്തെ ഇക്കിടാറ്. ഇപ്പം അങ്ങ് പോലും അങ്ങാടി അങ്ങ് കട കൊടുക്കുമ്പോൾ പേടിക്കിടാറ് ചെന്നെങ്കിൽ കൊടുത്തെങ്കിൽ തിരിച്ച് തന്നില്ല ചെന്നിട്ട് ചില ആൾമാർ ആക്കട അനർത്ഥം കൊണ്ടു എല്ലാവരുള്ളതായ വിശ്വാസം നഷ്ടപ്പെട്ടു പോകേണ്ട ഒരവസ്ഥയായിട്ടിരിക്കും. അപ്പം നൈജമായിട്ട് കട കിട്ടുക അർഹത്തില്ലെങ്കിൽ പോലും എന്താവില്ലേ കട അങ്ങ് കിട്ടിയിട്ടില്ല, ആരും കട കൊടുത്തിട്ടില്ല. കാരണം ഇങ്ങനത്തെ ചില പോക്കരി ആൾമാർ കട എടുത്തിട്ട് കടത്ത് മേലെ കട ആക്കിയിട്ട് ഡോങ്കിയാക്കി നടക്കുന്ന ആൾമാരുടെ ആ ഒരു കാരണം കൊണ്ട്
പിന്നെ നേരായിട്ടും കട കിട്ടും അർഹത്തുള്ള ആൾമാർക്ക് പോലും കട കിട്ടിയിട്ടില്ല. അപ്പോൾ ഇനി മനുഷ്യന്മാരുടെ വിശ്വാസം നഷ്ടപ്പെട്ടു പോയത്. അപ്പോൾ ഇത്ര ഗംഭീരമായ ഒരു കാര്യമായിട്ട് കിട്ടും. അപ്പോൾ വാസ്തവത്തിൽ ഒരാളുടെ കാസ് കക്കടാണ്ട് വലിയ വിഷയമായിട്ട് കിട്ടുന്നത്. കക്കൽ ചെന്നെങ്കിൽ ഒരാളുടെ കാസ് വലിച്ചെടുത്തല്ലോ അഥവാ അവൾ നിന്നിട്ട് കള്ളത്തനാക്കട മാത്രമല്ലേ. അതേ സന്ദർഭത്തിൽ ഇതിലങ്ങനല്ല. ഇതിലിപ്പോൾ ഒരാൾ വിശ്വസിച്ചിട്ട് കൊടുത്തതല്ലേ. അവിടെ വിശ്വാസം ഇല്ല, പിന്നെ നഷ്ടപ്പെട്ട ഒരവസ്ഥയും ഉണ്ടാവും. അന്യരെ ഹക്കടെ കീസ കിട്ടുന്നതും ജേബിലാക്കുന്നതും അതോടുകൂടി വിശ്വാസം നഷ്ടപ്പെടുത്തരുത്. ആരും ഒരാളുടെ വിശ്വാസം ഇല്ലാണ്ട് ആരും കട കൊടുക്കില്ല. അപ്പോൾ ഓനക്ക് തിരിച്ച് തറൂച്ചുള്ള വിശ്വാസത്തായിട്ട് കൊടുത്തത് ഇപ്പോൾ നോക്കുമ്പോൾ ആ വിശ്വാസത്തും കൂടി ഇല്ലാണ്ടാക്കിയിട്ട് കാശ്രയം സ്വന്തമാക്കിയിട്ട് ഇങ്ങനെ ജീവിക്കുന്ന ആൾമാരെ കൊണ്ട് വലിയ ഒരു നമുക്ക് ആഖിറത്തിൽ വലിയൊരു പരാഭവമായിട്ട് ഇതുകൊണ്ട് ഉണ്ടാവിടെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലഘട്ടത്തിൽ മയ്യത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നിസ്കരിച്ചില്ല. വാലൈഹി ദീനാറാനി, ചെമ്മന്ത് കടനിട്ടില്ല മയ്യത്തിന് മേൽ 2 ദീനാർ തന്നെ. അപ്പോൾ തക്കഫല അബൂ ഖതാദ, ബഹുമാനപ്പെട്ട അബൂ ഖതാദ റളിയല്ലാഹു അൻഹു ആ കടത്തെ ഏറ്റെടുത്തിട്ടുള്ള നബിയെ ആ കട വീട്ടായിട്ട്. ഫലമ്മാറാഹു മിനൽ ഗദി, പിറ്റേന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മീട്ടായപ്പോൾ അബൂ ഖതാദ ചെന്തുല കത് കളൈത്തുഹ, നബിയെ ആ കടത്തിന് ആ ബീഡിയ ചെന്തുല. അപ്പോൾ ചെന്തുല അൽ ആന ബർദത്ത് അലൈഹി ജിൽദുഹു ചെന്തുല. കട പിന്നെ ഇണ്ട് അഥവാ ഇപ്പം അയാളുടെ എന്തായിട്ട് തോലു ഉണ്ട് തണുപ്പായി പോയിട്ട് ചെന്നെങ്കിൽ ഖബൂറിൽ അയാൾക്ക് നെമ്മതിയിട്ടില്ല കടാക്കിയിട്ട് അയാൾ കിടന്ന ആൾ. ഇപ്പം നിങ്ങൾ അയാളെ കടത്തെ തൊട്ട് നിങ്ങൾ വീഡിയത് കൊണ്ടു അയാൾ ഇപ്പോൾ ഖബൂറിൽ നെമ്മതി കെട്ടിത്ത് ഖബൂറിൽ തീ കത്തിയോണ്ടിരുത്ത് അഥവാ മലക്ക് നിരന്തരമായ അടി കൊണ്ട് അയാൾ തോല് വെച്ചായിട്ട് ഇപ്പം അയാൾക്ക് നെമ്മതി കിട്ടിയിട്ടിക്കും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചേർത്തു. അപ്പോൾ കടാക്കിയിട്ട് മരിച്ചു പോയെങ്കിൽ പിന്നെ അവനക്ക് ഖബറിൽ നെമ്മതിക്കല്ല, ആഖിറത്ത് വിഷയൊക്കെ കണ്ടല്ല. ഇത്തഖില്ല, ബഹുമാനപ്പെട്ട ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു മശൽദ് വലാ തമുത്തു അലൈക ദൈനുൻ, അള്ളാഹുടെ സൂക്ഷിച്ചോളൂ, പിന്നെ മരിക്കുന്ന ടൈമിൽ കട വെച്ച് മരിച്ചിരണ്ട. ഫയൂഖുദു മിൻ ഹസനാത്തിക, അതിൽ കൂടി ആഖിറത്തിൽ എനിക്ക് ഖേദിക്കേണ്ടി വേണ്ട. നീ നാക്കിയതായ നിസ്കരിച്ച നിസ്കാര, നീ നോക്കിയതായ നോമ്പു, ഓതിയ ഖുർആന്, സുന്നത്ത് നിസ്കാര, ഹജ്ജ്, ഉംറ, ഇതെല്ലാം നിന്നിൽ നിന്നിട്ട് ബലിച്ചെടുത്തിട്ട് നീ ആരിലിട്ട് കടയെടുത്ത് അവന് കൊടുക്കപ്പെട്ടത്. ലാ ദീനാര സമ വലാ ദിർഹം, അവിടെ ദീനാർ ദിർഹമൊന്നും നടക്കുമോ പോകണ്ടില്ല. അവിടെ കാസിൻ്റെ വിഷയത്തെ വ്യവഹാരമല്ല. അവിടെ മനുഷ്യന്മാരെ ഹസനാത്തിലെടുക്കടെ സയ്യാത്തിനെ കൊടുക്കടെ, നല്ലതെടുക്കടെ, പിന്നെ അത് ബദലായിട്ട് ബെടക്കടെ അവന് എഴുതപ്പെട്ടത്. ഇങ്ങനത്തെ അവസ്ഥയിരിക്കണം ആഖിറത്തിലുള്ള. അതുകൊണ്ട് കടമുക്തമായ നിലക്കുള്ളതായ ജീവിക്കൂ പ്രയത്നാക്കണം. പിന്നെ എത്ര കട ബീടകൂ ഞങ്ങൾ പ്രയത്നാക്കണം. അല്ലാണ്ട് കട എടുത്തങ്ങളെ ഞങ്ങളെ വിശ്വാസത്തെ വഞ്ചനാക്കോ തീര. അള്ളാഹു സുബ്ഹാനഹു വ തആല ഞങ്ങളെല്ലാ അക്കടപാടെല്ലാം ബീഡിട്ടല്ലാണ്ട് അള്ളാഹു ഞങ്ങളെ മരിപ്പിക്കാതിരിക്കട്ടെ. അതുപോലതായ എല്ലാ പിന്നെ ബായിലും അള്ളാഹു നമുക്ക് തുറന്നു തരട്ടെ. എല്ലാ കാര്യത്തിലും അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. ആമീൻ. ബിഫദ്ലി സല്ലല്ലാഹു അലൈഹി വസല്ലം.